ജെ ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂർ ടൗണിൽ നിന്നും ഏകദേശം 4 കിലോമീറ്റർ മാത്രം അകലെയായി വെങ്ങോല എന്ന് പറയുന്ന ബസ് സ്റ്റോപ്പിൽ നിന്നും 300 മീറ്റർ മാത്രം അകലെയായി ബസ് റൂട്ട് ഫ്രണ്ടേജോട് കൂടി വരുന്ന 5 സെൻറ്റ് സ്ഥലവും 2000 സ്ക്വയർ ഫീറ്റുള്ള 3 ബെഡ്റൂം 3 അറ്റാച്ച്ഡ് ബാത്റൂം ഒരു യൂട്ടിലിറ്റി സ്പേസ് ഒരു വർക്ക് ഏരിയ സംവിധാനത്തോടു കൂടി വരുന്ന ഒരു മനോഹരമായ വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ജെ ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ താഴെ കാണുന്ന ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്. വീടിൻ്റെ മറ്റുള്ള വിശേഷങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമുക്ക് റോഡിൻ്റെ വിഡ്ത്ത് ലെങ്ത്തൊക്കെ നോക്കാം. നമുക്ക് ബസ് റൂട്ടിൽ നിന്നാണ് ഈ പ്ലോട്ടിലേക്കുള്ള എൻട്രി വരുന്നത്. അത് വലിയ ടാർ റോട്ടിൽ നിന്നാണ് നമുക്ക് ഈ പ്ലോട്ടിലേക്കുള്ള എൻട്രി വരുന്നത്. ആ റോഡിൽ നിന്ന് നമുക്ക് 6 മീറ്റർ ആയിട്ടുള്ള ഇൻ്റർണൽ റോഡാണ് ഈ വില്ലയിലേക്കായിട്ട് ഇട്ടിരിക്കുന്നത്. ഇൻ്റർലോക്ക് കട്ടകളാണ് നമുക്ക് ഈ റോഡിനായിട്ട് ഇവിടെ വിരിച്ചിരിക്കുന്നത്. ഇനി വീടിൻ്റെ മറ്റുള്ള വിശേഷങ്ങളൊക്കെ നോക്കാം. നമുക്ക് ഗേറ്റ് വരുന്നത് ഫോൾഡിങ്ങിലും സ്ലൈഡിങ്ങിലൊക്കെ തുറക്കാവുന്ന രീതിയിലുള്ള ഗേറ്റാണ് വരുന്നത്. ഗേറ്റ് CNC കട്ടിങ്ങൊക്കെ ചെയ്ത് നല്ല ഭംഗിയുള്ള ഡിസൈനിലാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നമ്മൾ ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ നമുക്ക് 2-3 വണ്ടി ഈസിയായി പാർക്ക് ചെയ്യാവുന്ന രീതിയിലാണ് കാർ പോർച്ചിനുള്ള പ്രൊവിഷൻ ഇവിടെ നൽകിയിരിക്കുന്നത്. വലിയ SUV വലിയൊരു വാഹനം നിൽക്കാനുള്ള കവേർഡ് ആയിട്ടുള്ളൊരു കാർ പോർച്ച് വരുന്നുണ്ട്. നമുക്കത് കൂടാതെ 2 വാഹനം മൊത്തം 3 വാഹനം ഈസിയായി നിൽക്കാവുന്ന രീതിയിലാണ് ഇവിടെ കാർ പോർച്ചിനുള്ള പ്രൊവിഷൻ നൽകിയിരിക്കുന്നത്. കടപ്പ കല്ലുകളും ആർട്ടിഫിഷ്യൽ ഗ്രാസുമാണ് നമുക്കിവിടെ മുറ്റം ക്രമീകരിക്കുന്നതിന് വേണ്ടി നൽകിയിരിക്കുന്നത്. ഇവിടെ സിറ്റ് ഔട്ട് വരുന്നത് ഒരു മീഡിയം വലുപ്പത്തിലുള്ള സിറ്റ് ഔട്ടാണ് നൽകിയിരിക്കുന്നത്. സിറ്റ് ഔട്ടിനായിട്ട് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഗ്രാനൈറ്റ് ആണ്. ഇവിടെ ഫ്രണ്ട് ഡോർ വരുന്നത് ഒറ്റപ്പാളിൽ തീർത്ത നല്ല ഡിസൈനോട് കൂടിയ നല്ല ഭംഗിയുള്ള ഡിസൈനോട് കൂടിയുള്ള ഡോറാണ് ഫ്രണ്ട് ഡോറിനായിട്ട് ഇവിടെ നൽകിയിരിക്കുന്നത്. ഡോറ് തുറന്ന് നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ലിവിങ് സ്പേസ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നമുക്ക് കണ്ടാൽ തന്നെ അറിയാം, നല്ല എൽ ഷേപ്പിൽ സെറ്റിയൊക്കെ ഇടാവുന്ന രീതിയിലുള്ള നല്ല വിശാലമായ ലിവിങ് സ്പേസ് ആണ് ഇവിടെ വരുന്നത്. കൂടാതെ നമുക്ക് മനോഹരമായ ഒരു TV യൂണിറ്റും നമുക്ക് ഇവിടെ ലിവിങ് സ്പേസിന് വരുന്നുണ്ട്. കൂടാതെ അതിൻ്റെ ഇടയിൽ നല്ല സ്റ്റോറേജ് സ്പേസും നമുക്ക് കിട്ടുന്നുണ്ട്. ലിവിങ് സ്പേസിൽ നല്ല ഭംഗിയുള്ള ഡിസൈനിൽ നമുക്ക് വാൾസിലും വർക്കുകളും LED ലൈറ്റുകളൊക്കെ വരുന്നുണ്ട്. ലിവിങ് ഏരിയയിൽ നിന്നും നമ്മൾ നേരെ പോകുന്ന വിശാലമായ ഡൈനിങ് സ്പേസിലേക്കാണ്. ലിവിങ് സ്പേസിൽ നിന്ന് ഡൈനിങ് സ്പേസിലേക്ക് കിടക്കുന്ന എൻട്രിയിൽ നല്ല രീതിയിലുള്ള കബോർഡ് വർക്കുകളൊക്കെ നമുക്കിവിടെ നൽകിയിട്ടുണ്ട്. ഡൈനിങ് സ്പേസ് എന്ന് പറഞ്ഞാൽ 8-10 പേർക്ക് ഈസി ആയിരുന്നു ഭക്ഷണം കഴിക്കാവുന്ന ഒരു നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഡൈനിങ് സ്പേസാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നമുക്ക് ഡൈനിങ് സ്പേസിൻ്റെ സൈഡിൽ മാറ്റി ഒതുക്കി നല്ല രീതിയിലുള്ള വാഷ് ബേസിൻ കൗണ്ടറും നമുക്ക് വരുന്നുണ്ട്. അത് സിറ ബ്രാൻഡിലുള്ള വാഷ് ബേസിനാണ് വരുന്നത്. അതിൻ്റെ അടിയിൽ നല്ല സ്റ്റോറേജ് സ്പേസും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ പോകുന്നത് വിശാലമായ കിച്ചണിലേക്കാണ്. കിച്ചൺ ഓപ്പൺ കൺസെപ്റ്റിലുള്ള ക്ലോസ്ഡ് കൺസെപ്റ്റിലാണ് കിച്ചൺ വരുന്നത്. നല്ല ഭംഗിയുള്ള ഡിസൈനിൽ 3 ലെയറുകളായിട്ട് നല്ല രീതിയിലുള്ള കബോർഡ് വർക്കുകൾ നമുക്ക് കിച്ചണായിട്ട് ഇവിടെ വരുന്നുണ്ട്. കൂടാതെ ഒരു ചെമ്മിണി അടുപ്പും നമുക്ക് കിച്ചണിലായിട്ട് വരുന്നുണ്ട്. ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് താഴത്തെ നിലയിലുള്ള ഒരു ബെഡ്റൂമിലേക്കാണ്. താഴെ ഒരു ബെഡ്റൂമും മുകളിൽ 2 ബെഡ്റൂം. വീടിനായിട്ട് മൊത്തം വരുന്നത് 3 ബെഡ്റൂമാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വലുപ്പത്തിലാണ് ബെഡ്റൂമുകളിലൂടെ നൽകിയിരിക്കുന്നത്. 3 ബെഡ്റൂമുകളും നല്ല വലുപ്പമുള്ള ബെഡ്റൂമുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ നമുക്ക് നല്ല രീതിയിലുള്ള വാൾ ഡ്രോപ്സുകളും നമുക്ക് ഈ സൈഡിലായിട്ട് നൽകിയിട്ടുണ്ട്. ഫാൽസിലും വർക്കുകളും ഈ ബെഡ്റൂമിനായിട്ട് നൽകിയിട്ടുണ്ട്. ഈ ബെഡ്റൂം നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് വരുന്നത്. ടൈലുകളെ കണ്ടാൽ തന്നെ അത്യാവശ്യം നല്ല ഡിസൈനിലുള്ള ടൈലുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ സൈഡിലൊരു വാഷ് ബേസിനും നമുക്ക് ഇവിടെ വരുന്നുണ്ട്. ഡൈനിങ് സ്പേസിൽ നിന്നാണ് നമുക്ക് മുകളിലേക്കുള്ള സ്റ്റെപ്പുകൾ വരുന്നത്. സ്റ്റെപ്പിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ഗ്രാനൈറ്റ് ആണ്. ബോർഡറായിട്ട് നമുക്ക് ടൈലുകളൊക്കെയാണ് വരുന്നത്. ഹാൻഡ് റെയിൽസിനായിട്ട് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് വുഡാണ്. കൂടാതെ ടഫ്ലോൺ ഗ്ലാസുകളും നമുക്കിവിടെ ഹാൻഡ് റെയിൽസിനായിട്ട് നൽകിയിട്ടുണ്ട്. സ്റ്റെപ്പ് കയറി നമ്മൾ മുകളിൽ എത്തുമ്പോൾ നല്ല വിശാലമായ അപ്പർ ലിവിങ് ഏരിയയാണ്. നമുക്ക് ഓഫീസൊക്കെ സെറ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള അപ്പർ ലിവിങ് ഏരിയയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അവിടെയും നല്ല രീതിയിലുള്ള ഫാൾസിലും വർക്കുകളൊക്കെ നൽകിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് മുകളിലെ നിലയിലുള്ള ഒരു ബെഡ്റൂമിലേക്കാണ്. ബെഡ്റൂം കണ്ടാൽ തന്നെ അറിയാം, അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമുകളാണ് 3 വരുന്നത്. നമുക്ക് ബെഡ്റൂമിലും ഫാൾസിലും വർക്കുകളൊക്കെ നൽകിയിട്ടുണ്ട്. ഈ ബെഡ്റൂം നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി വേണം വരുന്നത്. അത്യാവശ്യം ഡിസൈനിലുള്ള ടൈലുകളൊക്കെയാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. കൂടാതെ ഒരു വാഷ് ബേസിനും ഈ സൈഡിലായിട്ട് വരുന്നുണ്ട്. നമുക്ക് ഈ ബെഡ്റൂമിനോട് ചേർന്നൊരു ബാൽക്കണിയും നമുക്ക് ഇവിടെ വരുന്നുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് മുകളിലുള്ള മറ്റൊരു ബെഡ്റൂമിലേക്കാണ്. ഈ ബെഡ്റൂമും അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമുകളാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ നമുക്ക് നല്ല രീതിയിലുള്ള ഫാൾസിലും വർക്കുകളും ഈ ബെഡ്റൂമിനായിട്ടും നൽകിയിട്ടുണ്ട്.
ഈ ബെഡ്റൂമും നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് വരുന്നത്. അത്യാവശ്യം നല്ല ഡിസൈനിലുള്ള ടൈലുകളാണ് ബാത്റൂമിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഒരു സൈഡിൽ നല്ലൊരു വാഷ് ബേസിനും വരുന്നുണ്ട്. ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്ന നല്ലൊരു യൂട്ടിലിറ്റി സ്പേസിലേക്കാണ്. യൂട്ടിലിറ്റി സ്പേസും അത്യാവശ്യം നല്ല വലിപ്പമുള്ള രീതിയിലാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ വാഷിംഗ് മെഷീനൊക്കെ വയ്ക്കാനുള്ള പ്രൊവിഷൻ നമുക്ക് ഈ ഈ ഭാഗത്തായിട്ടാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. മുകളിലേക്കുള്ള സ്റ്റെപ്പുകളും നമുക്ക് യൂട്ടിലിറ്റിയിൽ നിന്ന് തന്നെയാണ് മുകളിലേക്കുള്ള സ്റ്റെപ്പുകളും നൽകിയിരിക്കുന്നത്. ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് നല്ലൊരു ബാൽക്കണി സ്പേസിലേക്കാണ്. ഈ ബാൽക്കണിയും നമുക്ക് അത്യാവശ്യം നല്ല വലിപ്പമുള്ള രീതിയിലാണ് ബാൽക്കണി ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ നമുക്ക് ബാൽക്കണിക്കായിട്ട് യൂസ് ചെയ്യുന്നത് SS സ്റ്റീലും കൂടാതെ ടഫ്ലോൺ ഗ്ലാസുകളുമാണ് ബാൽക്കണിക്ക് യൂസ് ചെയ്തിരിക്കുന്നത്. വെങ്ങോല ജംഗ്ഷനിൽ നിന്നും 300 മീറ്റർ മാത്രം അകലെയായി ബസ് റൂട്ട് ഫ്രണ്ടേജോട് കൂടി വരുന്ന 5 സെൻറ്റ് സ്ഥലവും 2000 സ്ക്വയർ ഫീറ്റുള്ള 3 ബെഡ്റൂം 3 അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി വരുന്ന ഈ വീടിന് ഓണർ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് 79 ലക്ഷം രൂപയാണ്. വില തികച്ചും നെഗോഷ്യബിളാണ്. കൂടാതെ ഈ പ്രോപ്പർട്ടിക്ക് ഏത് ബാങ്കിൻ്റെ ലോൺ വേണമെങ്കിലും നമ്മൾ തന്നെ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് നൽകുന്നതാണ്.